ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾ ഇത് കണ്ട, ഈ 2 കന്യാസ്ത്രീകൾക്ക് ഇവിടെ വന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് വന്ന് കിടക്കുന്നത്? ഈ പാവപ്പെട്ട ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഒരു സ്കൂളുണ്ട്, 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലാണ്. ഒരു 250 വിദ്യാർത്ഥികളെ ക്രൈസ്തവരുണ്ടാവും, അല്ലേ സിസ്റ്ററെ? അല്ലേ? അത്രയും പോലും ഇല്ല. അത്രയില്ല. ഇതാർക്ക് വേണ്ടിയിട്ടാണ് അവർ സ്കൂൾ നടത്തുന്നത്? ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ്. ബ്രിട്ടാസ് പറഞ്ഞത് കേട്ടല്ലോ. ഛത്തീസ്ഗഡിലെ വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സഭകൾ നൽകിയ സംഭാവന വളരെ വലുതാണ്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലാണ്. എന്നിട്ടാണ് 2 കന്യാസ്ത്രീകളെ പെൺകുട്ടികൾക്കൊപ്പം കണ്ടതിന് മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും കേസെടുത്തത്. വിവിധ രോഗങ്ങളുള്ള കന്യാസ്ത്രീകൾ 8ാം ദിവസവും ജയിലിലാണ്. NIA കോടതിയിൽ ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതോടെ മോചനം സാധ്യമായില്ല. തുടക്കം മുതൽ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ പുറമേക്ക് പറയുന്നതും യഥാർത്ഥ കാര്യങ്ങളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പലരും സംശയിക്കുന്നത് പോലെ BJPയുടെ ഡബിൾ ഗെയിം തുടരുകയാണെന്ന് കരുതേണ്ടി വരും. അതിനെക്കുറിച്ച് പറയാം. ഒപ്പം സംഘപരിവാറിന്റെ മനസ്സിലിരിപ്പ് പുറത്തു വന്നതിനെക്കുറിച്ചും പറയാം. അതിനു മുമ്പ് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിരുമേനി പറഞ്ഞത് കേൾക്കാം. അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു തോണി ചവിട്ടുന്നത് പോലെയുള്ള സംരംഭമാണ്. മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം. അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിൻ്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കും. അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ, കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനകത്ത് വർഗീയതയൊന്നും പറയാനൊക്കെയില്ല. ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല, അടുത്ത കേക്കും കൊണ്ട് വരട്ടെന്ന് നോക്കാം. അതായത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് BJPയുടെ പിന്തുണയുണ്ടെന്ന് തുറന്നു തന്നെ പറയുകയാണ് ബസേലിയോസ് തിരുമേനി. BJPയുടെ ഇരട്ടത്താപ്പ് നിലപാടുകളിൽ സഭാ നേതൃത്വങ്ങൾ കടുത്ത അമർഷത്തിലാണ്. അതിന്റെ പ്രതിഫലനമാണ് മലങ്കര ഓർത്തഡോക്സ് സഭാ അധ്യക്ഷന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. വിവിധ സഭാ നേതൃത്വങ്ങൾ തെരുവിൽ പ്രതിഷേധത്തിലുമാണ്. അതിനിടയ്ക്കാണ് കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള BJPയുടെ ഉരുണ്ടുകളി. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാരോട് പറഞ്ഞത് സാക്ഷാൽ അമിത്ഷായാണ്. മാത്രമല്ല, വിഷയത്തിൽ അമിത്ഷാ സജീവമായി ഇടപെട്ടു എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി പ്രധാനമന്ത്രി മോദിയും അമിത്ഷായും കാണുകയും ചെയ്തു. കേരളത്തിന്റെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഡൽഹിയിലെത്തി അമിത്ഷായെ കണ്ടു. അതോടെ കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്നും അവർക്ക് ജാമ്യം കിട്ടും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായി. പക്ഷേ സംഭവിച്ചതോ? പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത്. മാത്രമല്ല, കേസ് ഡയറി ഹാജരാക്കാൻ വൈകുകയും ചെയ്തു. ഇതോടെ 8ാം ദിവസവും കന്യാസ്ത്രീകളുടെ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. അതാണ് ഉണ്ടായ ഫലം. നാളെ, അതായത് ശനിയാഴ്ച, ഉത്തരവ് പറയാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജാമ്യം നൽകുമോ അതോ NIAയോട് വിശദീകരണം തേടുമോ എന്നൊന്നും അറിയില്ല. കാരണം NIA കോടതിയിലേക്കാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് NIAയോട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതായിരിക്കുമോ ഒരുപക്ഷെ ഉത്തരവ് എന്നുള്ള ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. NIAയോട് വിശദീകരണം തേടിയാൽ ജാമ്യം വീണ്ടും വൈകാനാണ് സാധ്യത. ഇനി ബിലാസ്പൂർ കോടതിക്ക് മുന്നിൽ നടന്ന ഒരു നാടകത്തെക്കുറിച്ച് കൂടി പറയാം. കോടതിയിൽ നിന്ന് BJP നേതാവ് അനൂപ് ആന്റണിക്കൊപ്പം ഇറങ്ങി വന്ന മലയാളി അഭിഭാഷകൻ പറഞ്ഞത് പ്രോസിക്യൂഷൻ, അതായത് ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർത്തില്ല എന്നാണ്. വെറും ഒറ്റ വരി മാത്രമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്തായിരുന്നു ആ ഒറ്റ വരി? കേസ് പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് ആ ഒറ്റ വരി. അതായത് കേസ് അന്വേഷണം ഒന്നുമായിട്ടില്ല, ജാമ്യം കൊടുക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇക്കാര്യം മനസ്സിലായത് ഛത്തീസ്ഗഡുകാരനായ മുതിർന്ന അഭിഭാഷകൻ സംസാരിച്ചപ്പോഴാണ്. അദ്ദേഹം പിന്നീടാണ് സംസാരിച്ചത്. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിനെ വെള്ളപൂശി പിടിക്കാനുള്ള അനൂപ് ആന്റണിയുടെയും ആ അഭിഭാഷകന്റെയും ശ്രമം അതോടെ പൊളിയുകയായിരുന്നു. എന്തായാലും സംഭവം വ്യക്തമാണ്. ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അവരിപ്പോഴും ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്ന നിലപാടിൽ തന്നെയാണ്. എന്നാൽ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത് പ്രോസിക്യൂഷൻ്റേത് സ്വാഭാവിക വാദം മാത്രമാണെന്നാണ്.
ഇങ്ങനെ ഒരു വരി സാധാരണ പറയാറുണ്ട് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ഉത്തരവ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ബിലാസ്പൂർ NIA കോടതി പറഞ്ഞത്. അത് എന്താകുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാത്തിരുന്ന് കാണണം. കാര്യങ്ങൾ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് പോകുന്നോ എന്നുള്ള ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് സംഘപരിവാർ സംഘടനകളുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് പുറത്തുവരുന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി RSS നേതാവും BJPക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ സജീവമായി സംസാരിക്കുന്ന ആളുമായ RV ബാബു ഇന്ന് രംഗത്ത് വന്നു. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പറഞ്ഞ പ്രതികരണം ഇതാണ്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബിഷപ്പ് പാംബ്ലാനി ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കണം. 11 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിയമം പിൻവലിക്കണമെന്ന ബിഷപ്പ് പാംബ്ലാനിയുടെ ആവശ്യം അതിമോഹം മാത്രമാണ്. ക്രൈസ്തവ സഭകൾ ഈ നിയമം പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് രാജ്യത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ യഥേഷ്ടം മതം മാറ്റാനുള്ള ഉദ്ദേശത്തോടെയാണ്. ക്രൈസ്തവ സഭകൾ ഹിന്ദുക്കളുടെ ദാരിദ്ര്യം മുതലെടുത്ത് സേവനത്തിന്റെ മറവിൽ രാജ്യത്തെങ്ങും നടത്തിവന്ന മതം മാറ്റങ്ങളെ തടയാനാണ് കോൺഗ്രസ് സർക്കാരുകൾ 1967 മുതൽ മതപരിവർത്തന നിയമങ്ങൾ ഓരോ സംസ്ഥാനത്തും കൊണ്ടുവന്നത്. മതം മാറ്റ കാര്യത്തിൽ സഭകൾക്കുള്ളത് കുപ്രസിദ്ധമായ ചരിത്രമാണെന്ന് പാംബ്ലാനി ബിഷപ്പിനെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും മതം മാറ്റം നിരോധിക്കണമെന്ന് പറഞ്ഞത്. ദാരിദ്ര്യം ദൈവത്തിന്റെ വരദാനമാണെന്നും അതുവഴി ദരിദ്രരെ ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞത് മിഷണറീസ് ഓഫ് ചാരിറ്റീസിലെ സിസ്റ്റർ നിർമ്മലയായിരുന്നു. 2000 ആണ്ടോടെ ലോകത്തെ സുവിശേഷവൽക്കരിക്കാൻ ജോഷുവ 1, ജോഷുവ 2 എന്നിങ്ങനെ പ്രഖ്യാപിച്ച വിദേശ ഫണ്ടിന്റെ സഹായത്തോടെ വൻ മതപരിവർത്തന പദ്ധതികൾ തയ്യാറാക്കിയത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ആയിരുന്നു. മതം മാറ്റത്തെക്കുറിച്ചുള്ള ഒരു കേസിൽ മതം പ്രചരിപ്പിക്കാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നൽകുന്ന സ്വാതന്ത്ര്യം മതം മാറ്റാനുള്ള സ്വാതന്ത്ര്യമല്ലെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് 1978 തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലും മതം മാറ്റ നിരോധന നിയമം നടപ്പാക്കണമെന്ന കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം കേരള സർക്കാർ നടപ്പാക്കണമെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് എന്നാണ് RV ബാബുവിൻ്റെ പോസ്റ്റ്. ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് BJPയുടെ ഒരു പോഷക സംഘടനയാണ്, അല്ലെങ്കിൽ RSS സംഘപരിവാർ സംഘടനയാണ്. അതായത് ഈ നിലപാട്, ഇങ്ങനെയുള്ള നിലപാടുമായാണ് സംഘപരിവാർ ഇരിക്കുന്നത്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് RV ബാബുവിൻ്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ നിലപാട് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ BJP നേതാക്കൾ കേക്കുമായി അരമനകൾ കയറിയിറങ്ങിയത്. തിരുമാതാവിന് സ്വർണ്ണക്കിരീടം അണിയിച്ചത്. അവർക്ക് വേണ്ടത് ക്രൈസ്തവ സഭകളുടെ ക്ഷേമമല്ല, മറിച്ച് ക്രൈസ്തവ വിശ്വാസികളുടെ വോട്ടാണ്. വോട്ട് കിട്ടുന്നതോടെ അവരവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകുമെന്നതും ഉരുണ്ട് കളിക്കുമെന്നതും ഛത്തീസ്ഗഡ് സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തൃശ്ശൂരിൽ ക്രൈസ്തവരുടെ വോട്ട് നേടി വിജയിച്ചു പോയ സുരേഷ് ഗോപി ഇനിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ജോർജ് കുര്യൻ അവിടെയും ഇവിടെയും തൊടാത്ത പ്രതികരണം ഇന്നലെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ എല്ലാ ഉറപ്പുകളും കൊടുക്കുന്നു, ഒന്നും നടക്കുന്നില്ല. മോദിജിയും അമിത്ഷാജിയും എല്ലാ ഉറപ്പും നൽകിയെന്ന് പറയുന്നു, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒന്നുകിൽ മോദിയും അമിത്ഷായും ചേർന്ന് രാജീവ് ചന്ദ്രശേഖറിനെ പറ്റിക്കുന്നു, അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് ക്രൈസ്തവ വിശ്വാസികളെ വീണ്ടും വീണ്ടും പറ്റിക്കുന്നു. ഏതോ ഒന്ന് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.